കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നുറങ്ങട്ടെ, അത് കഴിയുമ്പോഴത്തേ ക്ഷീണമൊക്കെ മാറും. എന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഇത്രയും നേരമായിട്ട് എന്ത് ചാടിത്തുള്ളി നടന്ന മനുഷ്യനാണ്. പെട്ടെന്നൊരു വാർത്ത കേട്ടപ്പോൾ തന്നെ കരഞ്ഞ് കരഞ്ഞ് ഇല്ലാതായല്ലോ. എന്താടാ ഉമ്മ പതുക്കെ ഉറങ്ങല്ലേ? പാവം കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. അന്ന് മരിച്ചവരെ ആരും ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞു പോലും ഇല്ലല്ലോ. ഉമ്മ ഒത്തിരി കൊല്ലം മുന്നത്തെ കാര്യമല്ലേ. അന്ന് കൂടെ വർക്ക് ചെയ്തവരൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പലവരും പല വഴിക്ക് പോയി കാണും. പിന്നെ മാത്രമല്ല, മരിച്ച കാര്യം ചിലപ്പോ അച്ഛനെ വിളിച്ചു പറയാൻ വിട്ടുപോയി കാണും ആരെങ്കിലും. അയ്യോ, ഉറങ്ങിയല്ലേ? നന്നായി. അവിടെ മുറി വെച്ചിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമായിരുന്നു ഉറങ്ങാതെ. ഇടയ്ക്കിടയ്ക്ക് ചാടി എണീറ്റിട്ട് പ്രഭാകർ സാറേ എന്ന് പറഞ്ഞ് കരയും. മിണ്ടണ്ട, ശബ്ദം വെക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എങ്ങാനും കണ്ണു തുറന്നാൽ വീണ്ടും പ്രഭാകർ സാറേ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങും. അല്ല, ഇതിപ്പം ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെ കടന്നു കഴിഞ്ഞാൽ കുറച്ചാകുമ്പോ നമ്മളിരുന്ന് കരയേണ്ട വരും. സ്വപ്നത്തില് പ്രകാരൻ സാർ വന്നെന്ന് തോന്നുന്നു. അയ്യോ, കുഴപ്പത്തച്ചോ അച്ചോ, കുഴപ്പത്തച്ചോ എണീക്കേ. സാറേ, നമുക്ക് ഡ്യൂട്ടിക്ക് പോട്ടെ സാറേ. സാറ് താഴ്ത്താ മതി, ഞാൻ പോസ്റ്റേ കയറിക്കോളാം സാറേ. പോവാ സാറേ. കുഴപ്പത്തച്ചോ അച്ചോ, കുഴപ്പത്തച്ചോ. നിങ്ങളൊക്കെ എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റണം? ഞാൻ പറയാം. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ ശ്രദ്ധിച്ചു കേക്കണം. അച്ഛൻ ഇങ്ങനെ തളർന്നിരുന്നിട്ട് കാര്യമില്ല. മനുഷ്യരാവുമ്പോ ഒരു സമയത്തുമ്പോ അങ്ങ് പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെങ്ങ് ഉൾക്കൊള്ളണം. അല്ലാണ്ട് നമുക്കും കൂടെ പോണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അത് തന്നെ, പോണ്ട സമയമാകുമ്പോ പോവും. ഇങ്ങനെ പോയി കഴിഞ്ഞാ അധികം വയ്യാതെ അച്ഛൻ പോവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയും. എന്റെ പ്രഭാകരൻ സാറ് മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറയാണ്, ജനാർദ്ദന നീയും കൂടെ എന്റെ കൂടെ പോരുന്നോന്ന് ചോദിച്ചാൽ ഞാനെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ എന്റെ സാറിന്റെ കൂടെ പോയാനെ. അത്രയ്ക്ക് ഇഷ്ടോടെ എനിക്ക് ആ മനുഷ്യനെ, അത്രയ്ക്ക് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അച്ഛാ, ഞാൻ പറഞ്ഞു ടൂറിന് പോയതല്ലാന്ന്. அது அப்படிதாங்க, நல்லவங்களை எல்லாம் சீக்கிரம் கடவுளை கூப்பிடுவாரு. എന്ത് ചീക്രം കൂപ്പിട്ടെന്നായി പറയുന്നേ? ചേട്ടൻ റിട്ടയർഡ് ആവുന്നതിന് 7 വർഷം മുന്നേ ഈ പറഞ്ഞ പ്രഭാകരൻ സാർ റിട്ടയർഡായി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഇതൊന്നും കാണാനിട്ടാണ് ഇപ്പൊ മരിച്ചെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഈ കിടന്ന് ഷോ ഓഫ് കാണിക്കുന്നത്. പിന്നല്ലാണ്ട് വിളിച്ചില്ലെങ്കിലും ആ മനുഷ്യൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. നിനക്കറിയോ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ മനുഷ്യനെ ഞാൻ ഓർക്കുമായിരുന്നു. വർക്കിംഗ് ഡേയ്സിലാണോ ഓർത്തത് അതോ അവധിയുള്ള ദിവസമാണോ ഓർത്തത്? വിളിച്ചോണ്ട് പോണോ ഇവിടെ? അല്ലൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഇറങ്ങിപ്പോടി പാർവേ. അച്ഛാ, അച്ഛൻ ഈ സാറായിട്ട് അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നെങ്കിലേ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും ആ സാറിനെ പോയി കണ്ടുകൂടായിരുന്നോ? என்ன லட்சு இது? அந்த சாருக்கும் அப்பா வந்து பார்க்கலாம்ல. ഇങ്ങേർക്ക് ആ മനുഷ്യനോട് മനസ്സിൽ സ്നേഹമൊന്നും ഇല്ലായിരുന്നേ. എന്നിട്ടാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് മുഴുവൻ. സീതേ, ചങ്ക് പൊട്ട നെഞ്ചു വേദനിക്കുന്ന പോലെ പോലെയല്ലേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല. പ്രഭാകരൻ സാറേ, എന്റെ പ്രഭാകരൻ സാറേ, എന്റെ പ്രഭാകരൻ സാറേ. നെഞ്ചേനെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് ഇവിടെ പിടിച്ചേക്കുന്നത്? അതിന് നെഞ്ചോനല്ല, ഒരു കുളത്തിൽ പിടുത്തോളൂ.
നിങ്ങൾ എനിക്ക് ഇത്തിരി സ്വസ്ഥത തരുമോ? മാറി Team Teddy, the Jonathan. Taka Daddy, the Jonathan.